ഹായ് ഓൾ, നമസ്കാരം. ഇന്നലെ ഞാൻ മടിച്ചിയായിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല. ഇന്ന് ഏകദേശം ആ ഒരു മൂഡിലേക്ക് പോവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. മറ്റൊന്നല്ല, ഇവിടെ പൂനെയില് ഭയങ്കര ചൂടാണ്. അപ്പം എനിക്കിങ്ങനെ ചെറിയൊരു തലവേദനയുണ്ട്. അപ്പം നമുക്കൊരു ക്രിയേറ്റിവിറ്റിക്കുള്ളൊരു മൂഡ് കിട്ടുന്നില്ല. അത് മടിയായിട്ട് പറയുന്നവരുണ്ടായിരിക്കാം, എനിക്കറിയില്ല. അല്ല, സത്യത്തില് കുറച്ച് മടിയുണ്ട്, കുറച്ച് പിന്നെ ചൂടിന്റെ ഒരു തലവേദന പോലത്തെ. അപ്പൊ നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് ഒരു സ്പേസ് വേണമല്ലോ. നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇരിക്കാനായിട്ട് എന്ത് വേണം? ഞാനൊരു വാക്ക് കണ്ടുപിടിക്കുക. നമുക്കൊരു ഏകാന്തത വേണം, നമുക്കതിനെ പറ്റിയ ചുറ്റുപാട് വേണം. ഞാനത് സീരിയസ് ആയിട്ട് പറയട്ടെ. എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയത്തില്ല. എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് നല്ല രീതിയിലുള്ള സ്പേസ് വേണം. അപ്പം ഇപ്പം വെച്ചാൽ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ നാട്ടിലെ ചൂട് പോലെ അല്ല. ഇങ്ങനെ നമ്മൾ വിയർക്കുന്നതിനേക്കാളും ഇങ്ങനെ ഡ്രൈ ആവും, സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കും. സോ അതാണ് ഇവിടുത്തെ ചൂട്. നമുക്ക് പുറത്തിറങ്ങുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല. ഒരു പീക്ക് അവേഴ്സിൽ ഈവൻ ജോലിക്കാർ പോലും അവൈലബിൾ അല്ല ഇവിടെ. നമ്മൾ പണിക്ക് വിളിച്ചാൽ ആരും പുറത്തൊന്നും ഇറങ്ങത്തില്ല. അങ്ങനെയാണ്. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഈ ഒരു പീക്ക് അവേഴ്സില് നമ്മള് സിറ്റികൾ പോയിട്ടുണ്ട്. അതിമനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിനുശേഷം പിന്നെ അതിനെ മുതിരാറില്ല. നമ്മള് വല്ല സൺസെറ്റ് ഒക്കെ കാണാനോ അങ്ങനെയൊക്കെ പോവാറുള്ളൂ. അങ്ങനെ സോ പറഞ്ഞ് വേറെ എന്തൊക്കെയൊക്കെയോ പറയാണ്. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ വീഡിയോ ഇടാത്തത് എന്റെ മടിയല്ല നിന്ന് കവറപ്പ് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിനൊക്കെ ഒന്ന് കുറ്റം പറഞ്ഞ് അങ്ങനെ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ അതിനുശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് എനിക്കിങ്ങനെ ഞാൻ കുക്കിങ്ങിന്റെ ഒക്കെ വീഡിയോസും വേറെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയില്ല. സോ ഞാൻ വിചാരിച്ചു നമ്മൾ എന്റെ കണ്ണെന്ന് പറഞ്ഞിട്ട് കണ്ണനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി ആയിരുന്നു ആ പാട്ട് പാടിയത്. സോ അപ്പൊ ആ പാട്ട് ഉണ്ടാകാനുള്ള ഒരു സ്റ്റോറി പറയാം. ആ പാട്ട് പാടാനും ശ്രമിക്കാം. സോ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ടുകാരിയാണ് ശ്രീലക്ഷ്മി. ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ആളിപ്പം MSc ബോട്ടണി ഒക്കെ കഴിഞ്ഞിട്ട് PhD ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നു. സോ അപ്പം ആ പാട്ട് ഞാൻ നാട്ടിൽ നിന്ന സമയത്തായിരുന്നു. അതിന്റെ ഒരു കഥ പറയാണ്. ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് ഒരു ദിവസം പതിവില്ലാതെ എഴുത്തില് ഞാൻ ഗുരുനാഥനായിട്ട് കാണുന്ന നമ്മുടെ ഇന്നത്തെ ഒരു ആധുനിക കവികളിൽ ഇന്നത്തെ ഒരു തലമുറയുടെ കവി ധനേഷ് പി രാജൻ. അപ്പം അദ്ദേഹമാണ് ഞാൻ എന്റെ എഴുത്തിന്റെ ഗുരുനാഥനായിട്ട് കാണുന്നത്. അപ്പം അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു, ധന്യ, കണ്ണനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോടോ? വാസ്തവത്തില് ഞാൻ ധനേഷ് സാറിനെ പരിചയപ്പെടുന്നതിനൊക്കെ മുന്നേ ഞാൻ ചുമ്മാ എന്തൊക്കെയോ വരികളൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ അന്നേരം കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് എഴുതുമായിരുന്നു. പക്ഷെ അത് മൊത്തം ഇങ്ങനെ ഒരുമാതിരി ട്യൂണൊന്നും കൊടുക്കാൻ പറ്റാത്ത കവിതയാണോ കഥയാണോ എന്താന്ന് ആർക്കും മനസ്സിലാവാത്തൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സാധനമായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ആ രീതിയിലുള്ള എഴുത്തുകൾ. ഇവിടെ എന്തോ പണി നടക്കുന്ന ഒച്ച കേൾക്കാം. അപ്പൊ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ട്രാഫിക്, പിന്നെ ബിൽഡിങ്ങിന്റെ ഒക്കെ പണികള്, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല.
പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ ഒന്ന് സെറ്റപ്പ് ആക്കാം, ഒരു ഓഫീസ് സെറ്റപ്പ് ആക്കാന്ന് പറഞ്ഞാൽ അതിന് നമുക്കിവിടെ പെർമിഷനൊക്കെ കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓരോ ചെറിയ കാര്യത്തിന് പോലും നമുക്കിവിടെ പെർമിഷനൊക്കെ എടുക്കണം. സോ കമ്മിങ് ബാക്ക്, ഞാൻ ഇങ്ങനെ വാചാല ആവാനായിട്ടുള്ളൊരു മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന സമയത്താണ് ധനേഷ് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പൊ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, താളമുണ്ട്, സോ കുറച്ച് ലൈറ്റ് മ്യൂസിക് പോലെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇനിയെന്ന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇനിയെന്നു പറഞ്ഞിട്ട് മധുബാലകൃഷ്ണൻ സാർ ഞാനും ഒക്കെ പാടിയ ആ ഒരു അത് എഴുതിയത്. അതിനുശേഷം ഞാൻ ഒറിജിനൽ പാട്ടുകൾ ലൈറ്റ് മ്യൂസിക് പോലെ എഴുതിയിട്ടുണ്ട്, ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ അത് റിലീസാവുന്നതായിരിക്കും. കാരണം ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രത്യേക പാട്ടുകാരുടെ അവൈലബിലിറ്റി, പ്രൊഡ്യൂസേഴ്സിന്റെ അവൈലബിലിറ്റി, പിന്നെ ഈ പൂനെയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ എപ്പോഴൊക്കെ നടക്കുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും എനിക്ക് ധൃതിയൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചേരുമ്പടി ചേരുന്ന പോലെ ചേർന്ന് വരുമ്പോൾ മാത്രമേ എനിക്ക് ധൃതിയില്ല, ഞാൻ ഈ പാട്ടുകളൊക്കെ ഇറക്കത്തുള്ളൂ. അപ്പൊ ആ പാട്ടുകൾ ഇറക്കുന്നതിനെ കുറിച്ചുമല്ല നമ്മൾ പറഞ്ഞു വന്നത്, എന്തായിരുന്നു പറഞ്ഞു വന്നത്? അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ അതിനുശേഷമാണ്. പക്ഷെ ഇത് വന്നേ പിന്നെ എനിക്ക് പിന്നെ ഇപ്പം എനിക്ക് പാട്ടുകൾ എഴുതുമ്പം കുറച്ചുകൂടെ വായിക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വായിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ എന്റെ മനസ്സിന്റെ വിങ്ങലുകളാണല്ലോ നമ്മൾ ഈ ക്രിയേറ്റിവിറ്റി ആയിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പൊ എനിക്ക് പക്ഷെ പണ്ട് എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഇപ്പം ഇങ്ങനെ എഴുതുമ്പോൾ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, മാനസികമായ പ്രശ്നമായിരിക്കും അങ്ങനെ തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ അതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന പോലെ ബാക്കി കേൾക്കുന്നവരൊക്കെ റൈറ്റേഴ്സ് ആയിട്ടുള്ളവരിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലെ സ്ഥിരമായി നിർഗള പ്രവാഹമൊന്നുമല്ല എന്റെ എഴുത്ത്. വല്ലപ്പോഴും എന്താ പറയാ, വളരെ കുറച്ച് എപ്പോഴൊക്കെയോ ഇങ്ങനെ അങ്ങനെ അതിന് തോന്നുമ്പോഴാണ് വരുന്നതാണ് എന്റെ എഴുത്ത്. അല്ലാതെ ഞാൻ പ്രത്യേക സമയമൊക്കെ ഡിസൈഡ് ചെയ്ത് അങ്ങനൊന്നും എനിക്ക് പറ്റാറില്ല. പക്ഷെ അതാരും വിശ്വസിക്കത്തില്ല, അത് എനിക്കറിയില്ല എന്താണ്. പക്ഷെ ട്രസ്റ്റ് മീ, അങ്ങനെയാണ് എന്റെ എഴുത്ത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എന്നോട് കൃഷ്ണനെ കുറിച്ച് കുറച്ച് വരികൾ എഴുതാൻ പറയാണ്. ഞാനാകെ പകച്ചുപോയി. എന്നോടോ? അപ്പൊ പറഞ്ഞാ എഴുതൂ, ശ്രമിക്കൂ, പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ഗുരുനാഥൻ, ഞാൻ അത്രയും ബഹുമാന്യനെ കാണുന്ന സാറിന്റെ അടുത്ത് പെട്ടെന്ന് ഇല്ല എനിക്ക് പറ്റില്ല അങ്ങനെ പറയാനും പറ്റില്ല. എനിക്ക് തന്നൊരു ടാസ്ക് വേണ്ടി ഞാൻ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയമാണ് കേട്ടോ. പിന്നെ എപ്പോഴോ എങ്ങനെയൊക്കെയോ അതിന്റെ പല്ലവി അനുപല്ലവി ചരണം എങ്ങനെയൊക്കെയോ ഞാൻ തട്ടിക്കൂട്ടി. കാരണം സാർ എനിക്ക് തന്ന ടാസ്ക്കാണ്, ആദ്യമായിട്ടാണ് എന്നോടൊരു കാര്യം പറയുന്നത്. അപ്പം ഞാൻ അത് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അറ്റംപ്റ്റ് എങ്കിലും ചെയ്യണം. സാർ ഉദ്ദേശിച്ച പക്ഷെ കൃഷ്ണ മുകുന്ദ അതേപോലത്തെ ഇങ്ങനെ ഈരടികളായിട്ടുള്ള വരികളില്ലേ, അതേപോലെ എന്തെങ്കിലും എഴുതാനാണ് സാറിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമേ തന്നെ എന്റെ മനസ്സിൽ വന്ന രൂപ ശ്രീലക്ഷ്മി ആയിരുന്നു. അപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദിച്ചു, ആള് ഇത്രയും തിരക്കായിരുന്നിട്ട് പോലും ഞാൻ വിളിച്ചപ്പോൾ ആള് വന്നു. ആള് പന്തളമാണ് ശ്രീലക്ഷ്മി. വന്നു, ഞാൻ സ്റ്റുഡിയോയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. അതാണ് മറ്റേ എന്റെ കണ്ണൻ എന്ന് പറഞ്ഞ പാട്ടിന്റെ ഒരു സ്റ്റോറി, ഒരു ബാക്കപ്പ് സ്റ്റോറി. എല്ലാ പാട്ടിനും ഇതുപോലെ ബാക്കപ്പ് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെനിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാൻ തോന്നിയപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പം അതിന്റെ കൂട്ടത്തിൽ ധനേഷ് സാറിനും പിന്നെ ശ്രീലക്ഷ്മിക്കും പിന്നെ കിങ്ഡം ഓഡിയോ സ്റ്റുഡിയോയിലെ ജെറിയങ്ങൾക്കും എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. ഒരു നന്ദിയൊന്നും പറഞ്ഞാൽ പോരാ, എന്നാലും എല്ലാവരുടെയും ഒരു ആ പാട്ടിനോടുള്ള ഒരു കേട്ടപ്പം പാട്ട് എഴുതാൻ പറയാൻ ഒരാള്, പാടാൻ റെഡി ആയിട്ട് ഒരാള്, റെക്കോർഡിംഗ് സ്റ്റുഡിയോയും അതിന്റെ എല്ലാം അറേഞ്ച് ചെയ്ത് തരാനും ഒരാൾ, അങ്ങനെ എല്ലാം ഉണ്ടായിട്ടാണ് അത് ഈ ഒരു രീതിയിൽ ആ പാട്ട് നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ അത് വന്നത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ശ്രീലക്ഷ്മി പാടിയ അത്രയും എന്താ പറയാ ആ രീതിയിലൊക്കെ വരുമോന്ന് അറിയില്ല. പക്ഷെ ഞാനത് എന്റേതായിട്ടുള്ള രീതിയിലൊന്ന് പാടാം. കണ്ണാ കാർമുകിൽ വന്ന കണ്ണ ഞാനാം പൂവിൻ സുഗന്ധവും നീ കനവിൽ നിറയും കവിതയും നീ കണ്ണാ
അഴലിന്റെ ആഴിയിൽ ഇന്നു ഞാൻ വീണപ്പോൾ അറിവായിരുന്നെൻ കണ്ണൻ. മനതാരിൽ മണിവണ്ണൻ കളിയാടിടുമ്പോൾ മായുന്നു മായകളെല്ലാം. മനതാരിൽ മണിവണ്ണൻ കളിയാടിടുമ്പോൾ മായുന്നു മായകളെല്ലാം. കണ്ണാ കാർമുകിൽ വന്ന കണ്ണാ. അറിവിന്റെ കാതലായി എന്നുമെൻ ജീവനിൽ തണലായിരുന്നെൻ കണ്ണൻ. അവിടുത്തെ നാമങ്ങൾ അറിയാതെ ഓർക്കുമ്പോൾ അറിയുന്നു ജ്ഞാനമതെല്ലാം. അവിടുത്തെ നാമങ്ങൾ അറിയാതെ ഓർക്കുമ്പോൾ അറിയുന്നു ജ്ഞാനമതെല്ലാം. കണ്ണാ കാർമുകിൽ വന്ന കണ്ണാ. ഞാനാം പൂവിൻ സുഗന്ധവും നീ, കനവിൽ നിറയും കവിതയും നീ. അപ്പം ഞാൻ ഈ പാട്ട് എൻ്റെ ശ്രുതിയിലാണ് കേട്ടോ പാടിയത്. അപ്പം അതാണ് സംഭവം. എന്തിനാണ് ഞാൻ തന്നെ പാടിയാൽ പോരെ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. അത് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഓരോ ശബ്ദങ്ങൾക്ക് പറ്റുന്നതാവും ഓരോ പാട്ട്. പിന്നെ ഓരോ സിംഗേഴ്സും അവരുടേതായിട്ടുള്ളൊരു അപ്രോച്ച് കാണും പാട്ടിന്. പിന്നെ ചില സംഗതികളൊക്കെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് തന്നെ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ശ്രീലക്ഷ്മിക്ക് ഈസി ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. എനിക്കത് ഈ പാട്ടിൽ ഇപ്പോൾ പാടിയപ്പോഴും ഒന്നും വന്നിട്ടില്ല. സോ അതെല്ലാം സദയം ക്ഷമിക്കുക. എന്നാലും എനിക്ക് ഈ പാട്ട് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. സാർ അങ്ങനെ ഒരു എൻ്റെ ഗുരുനാഥൻ ആയിട്ട് കാണുന്ന ഒരാളത് പറയുകയും അതെനിക്ക് ചെയ്യാനും പറ്റി എല്ലാം. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാവട്ടെ. എൻ്റെ മടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതിയെ ബാക്ക് ടു നോർമൽ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം വേറൊരു വീഡിയോയുമായി. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ബൈ.